എൻ്റെ കുഞ്ഞുമക്കളെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടാ, വേറെ ഒന്നുമല്ല. ഒരമ്മയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആ അമ്മ ഇന്ന് പട്ടിണി കിടക്കുകയാണ്. കോടീശ്വരനാണ് കിട്ടിയിരിക്കുന്നത്, ലക്ഷപ്രഭുവാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുപോയിട്ട് അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇപ്പോഴാ അമ്മ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 60, 65, 70 വയസ്സായിക്കോട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകരുത്. കാരണം എന്താ അറിയാം, ഈ കെട്ടുന്നവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു അടുക്കളക്കാരിയെ മാത്രമായിരിക്കാം, അവൻ്റെ ഡ്രസ്സുകൾ അലക്കാനും അവന് ഭക്ഷണം വെച്ച് കൊടുക്കാനും ഒരാളെ മാത്രമായിരിക്കാം. അല്ലാതെ വേറെ ഒരു പരിഗണനയും നിങ്ങൾക്ക് കിട്ടൂല. എന്തിനധികം പറയുന്നു, സ്വത്ത് വരെ തരൂല. അറിയാം നിങ്ങൾക്ക്. അതായത് അത്രയും കാലം നോക്കിയ സ്ത്രീനെ ഒരു സ്വത്ത് പോലും കൊടുക്കാതെ ഇറക്കി വിട്ട സംഭവം വരെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനായിരിക്കും, അയാൾക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ടാകും, കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കെട്ടുന്ന ആ സ്ത്രീയോട് എന്താ പറയുക അറിയാം, കെട്ടിക്കോട്ടാ, ഇഷ്ടംപോലെ പണമുണ്ട്, അതുപോലെ സ്വത്തുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ട്, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇല്ലേ, ഈ സ്ത്രീ ഈ സന്തോഷത്തോടു കൂടിയായിരിക്കും ഇവിടെ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ചെന്ന അന്ന് മുതലെന്ന് പറഞ്ഞാൽ ഇവർ ദുരിതത്തിലായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ അറിയുക, അയാളുടെ സ്വഭാവം നമ്മൾ ആദ്യം കാണുന്നത് പോലെ ആയിരിക്കില്ല. അയാളുടെ സ്വഭാവം പിന്നീട് നമുക്ക് മനസ്സിലാവുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകി പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 60 വയസ്സായാലും 70 വയസ്സായാലും 50 വയസ്സായാലും ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് വേറെ കൂട്ട് വേണം. ആര് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളതിന് സമ്മതിക്കരുത്. മക്കളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മമാരെയാട്ടാ വിളിക്കുന്നത്. അമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ സമ്മതിക്കരുത്. അതായത് നിങ്ങളുടെ മക്കൾ പലതരത്തിലും പറയും. അവർക്കെന്താ വേണ്ടതെന്നറിയാം, അവർക്ക് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ഫേമസ് ആകണം. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഹിറ്റാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പോകണം. അതിനു വേണ്ടിയിട്ടൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു കൂട്ട് എന്നുള്ള തരത്തിൽ ഉള്ള കാര്യം പറയാലോ. ഒരു 70 വയസ്സുള്ള ആളെയും 60 വയസ്സുള്ള ആളെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു 50 വയസ്സ് 60 വയസ്സായ ആൾക്കാരെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. പിന്നെ പെട്ടുപോയില്ലേ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഒഴിവാക്കി പോകുക? ആൾക്കാർ എന്ത് പറയും? ഇവിടുന്ന് ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അയ്യേ നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബാക്കി ഒരുപാട് ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരോട് കൂടിയാണ് അവർ ജീവിക്കുന്നത്. അതായത് നമുക്കറിയാലോ, ഒരു മനുഷ്യന് പ്രായമായി കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള ഇതും വരും. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ആ ഒരു മനുഷ്യൻ ഒരു നട്ട്സ് മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയെയും അത് തന്നെയാണ് കഴിക്കാൻ പറയുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. പിന്നെ ഇന്നലെ കമൻറ്റിൽ കണ്ട ഒരു കാര്യം ഇതാണ്, അതായത് മകളോട് പറയുകയാണ്, നീ വേണമെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തോളൂ എന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അയാൾ ഒരു സാധനം പോലും വാങ്ങിക്കത്തില്ല, അയാൾ ലുബ്ധനാണ്. അതുപോലെ പല ആൾക്കാരും ഉണ്ട്. പിന്നെ സ്വത്ത് കണ്ടിട്ട് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സ്വത്ത് പോലും നിങ്ങൾക്ക് തരത്തില്ല ചില ആൾക്കാർ. അതായത് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വത്ത് പോലും ഇല്ലാതെ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരുടേതാണ് ഒരുപാട് സ്വത്ത്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷനും സ്വത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പാട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ശരി, എന്നാൽ കല്യാണം കഴിക്കാം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു വലിയ ട്രെൻഡായിട്ടും ഇതായിട്ടൊക്കെ മാറുന്നത്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളുണ്ടായിരുന്നു, ഈ കല്യാണ ബ്രോക്കറായിട്ട് ഇത് ചെയ്യുന്നതാണ്. അയാൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് ഇതൊക്കെ വൈകല്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് അന്ന് കല്യാണം ശരിയാക്കി കൊടുക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാളുടെ കല്യാണത്തിൻ്റെ ആവശ്യം, അയാൾക്ക് 70 വയസ്സ് കഴിഞ്ഞു. അയാൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ വരിക, എനിക്ക് ആഹാരം ഉണ്ടാക്കി തരിക, എൻ്റെ തുണികൾ അലക്കി തരിക, ഇങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അയാൾക്കൊരു വേലക്കാരിനെയാണ് വേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അയാൾക്കൊരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, എന്താ വെച്ചാൽ എൻ്റെ തുണി അലക്കി തരാം, ഞാൻ കല്യാണം കഴിക്കുകയാണെന്ന്. അങ്ങനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നല്ലൊരു വേലക്കാരിനെ നിർത്തിച്ചിട്ട് ഒരു 10,000 15,000 കൊടുത്താൽ പോരെ? അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണിത്. അതായത് കല്യാണത്തിൻ്റെ പേര് പറഞ്ഞാൽ ശമ്പളം കിട്ടാതെ ഒരു വേലക്കാരിനെ അങ്ങ് കിട്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന എന്താ അറിയാം, ഓ കല്യാണം കഴിച്ചിട്ട് അയാൾക്ക് ഒറ്റയ്ക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കായിട്ടൊരു സഹായമാണ്. ഒരിതുമല്ല, അവൻ്റെയൊക്കെ അടിമയായിട്ട് പിന്നെ ജീവിക്കേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള സമാധാനമില്ലേ അവിടെ കിട്ടൂല, വീട്ടിൽ കിട്ടൂല. ചിലപ്പോഴേ അയാളുടെ സമാധാനക്കേട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഭാര്യ തന്നെ മരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കല്യാണം കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. മക്കൾ പല കാര്യങ്ങളും പറയും. മക്കൾ ചിലപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ കഴിയായിട്ട് പല കാര്യങ്ങളും പറയും, അവർക്ക് നോക്കാൻ കഴിയായിട്ട് പല കാര്യങ്ങളും പറയും. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിന് 80% ആൾക്കാരും ഇങ്ങനെ കല്യാണം കഴിച്ചവർ കണ്ണീരിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള പ്രകസനം. ഇപ്പോൾ ഈ പിന്നെ അതവരുടെ ചേച്ചിയുടെ ഈ അമ്മയുടെ കല്യാണം നടന്നപ്പോൾ
ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ എല്ലാ മക്കൾക്കും ഇതുപോലെ തോന്നട്ടെ, എല്ലാ മക്കളും ഇതുപോലെ ചെയ്യട്ടെ, എൻ്റെ മക്കൾ എപ്പോഴാണ് ഇങ്ങനെ എന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കൂടെ ഒരിക്കൽ ആഘോഷിച്ചു, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവിടുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുക്കളേൻ്റെ മൂലയിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ലാതെ, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ജീവിതം, ഇതങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ വലിയ പാടാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥാനമൊന്നും കിട്ടൂല. നിങ്ങൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ കൂടെയോ അല്ലെങ്കിൽ 2 മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് രാമരാമൻ ജപിച്ച് അവിടെ കുത്തിയിരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ അറിയാം, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകാം, അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയൽവാസിയുടെ അടുത്ത് പോകാം. പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിലായി പോയി കഴിഞ്ഞാൽ, അതായത് 60 വയസ്സിന് ശേഷം ഏതെങ്കിലും ഒരുത്തൻ മാലയിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം 20,000 രൂപ മുടക്കാതെ അല്ലെങ്കിൽ 10,000 രൂപ മുടക്കാതെ അയാളുടെ പശുവിനെ തീറ്റാനും അതുപോലെ തന്നെ അയാളുടെ കോഴികളെ നോക്കാനും പിന്നെ വീടൊന്ന് അടിച്ചു വാരാനും അയാൾക്കുള്ള ആഹാരം പാകം ചെയ്യാനും അതുപോലെ തന്നെ അയാളുടെ എന്താ പറയുക ഡ്രസ്സുകൾ അലക്കി തേച്ച് കൊടുക്കാനും ഇതിനെല്ലാം ഒരാൾ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഒരു സ്നേഹവും അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. ഉള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ കണ്ടത് അയാളുടെ ഡേറ്റാണ്, ഇവരുടെ ഡേറ്റാണ്, അവർക്ക് കിട്ടുന്നില്ല, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരുടെ ഒരു അവസ്ഥ അവർ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടില്ല, അയാൾക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇത് കേട്ട നാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ ചാടാനാണ് മക്കളെ നോക്കുന്നത്, ഇനി ആരും ഇതുപോലെ വന്ന് വീഴരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളെല്ലാം പറയുന്നത് എന്താ, വയസ്സാം കാലത്തൊരു കൂട്ടാകും, വയസ്സാം കാലത്തൊരു കൂട്ടാകും എന്നല്ലേ? ഒരിക്കലും ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വയസ്സാം കാലത്തൊരു കൂട്ടൊന്നുമല്ല. അങ്ങേർക്കെന്ന് പറഞ്ഞാൽ വയ്യാത്ത കാലത്ത് അങ്ങേരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ, അത്രയേ ഉള്ളൂ. എല്ലാവരെയും പിന്നെ ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ട് നാളെ മുതൽ എല്ലാവരും അങ്ങനെ ആകണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, കോപ്രായങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കൂടിക്കൂടി വരികയാണ്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെയും അമ്മയെയും എങ്ങനെയെങ്കിലും ഒന്ന് നൈസിലൊന്ന് ഒഴിവാക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് മക്കൾക്ക് ഇപ്പോഴും അച്ഛനെ നോക്കാൻ കഴിയാത്ത മക്കളുണ്ടാകും, അതുപോലെ തന്നെ അമ്മയെ നോക്കാൻ കഴിയാത്ത മക്കളുണ്ടാകും. അപ്പോൾ അമ്മയെ ഇവിടെ ഇരുത്താനും പറ്റൂല, നമ്മളിവിടെ കൊണ്ടുപോകാനും പറ്റൂല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കേസാണ്, ഞാൻ ഇതിനടുക്കൊരു ഫാമിലിയോട് ചോദിച്ചു, എന്താണോ നിൻ്റെ അമ്മേനെയും അച്ഛനെയും നിങ്ങൾക്ക് കൊണ്ടുപോയിക്കൂടെ? അവർ വരില്ലടോ, അവർക്കൊന്ന് എറണാകുളത്തൊന്നും നിൽക്കാൻ പറ്റൂല. ഇങ്ങനെ പറയുന്ന മക്കളുണ്ട്. ശരിക്കും പറഞ്ഞ് ഇവന്മാർ ചോദിച്ചിട്ടുണ്ടാവുക ഏതെങ്കിലും അച്ഛനോട്, ഏതെങ്കിലും അമ്മയോടോ അച്ഛനോടോ ചോദിച്ചിട്ടുണ്ടാവുക, ഓൾ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകും, എന്നാലും സ്വന്തം അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകില്ല. അങ്ങനെയുള്ള കുറേ മക്കളുകൾ ഉണ്ടായിരുന്നു. അവരെ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരെന്നാ പറയുന്നത്, അവരെന്നാ പറയുക അറിയാം, അയ്യോ അച്ഛനും അമ്മക്കും ഇതൊന്നും വിട്ടുപോകാൻ പറ്റൂലടോ. അതായത് അവർ തന്നെ ചോദ്യവും അവർ തന്നെ ഉത്തരവും കണ്ടെത്തുകയാണ് അവിടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വത്തൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചെടുത്ത് ഇനിയിപ്പോൾ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഒരു പഴയ വീടുണ്ടാകും, അതും മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മക്കൾക്ക് തന്നെ എഴുതി കൊടുക്കും. അപ്പോഴും പറയുന്ന അച്ഛനെ നോക്കാൻ ഒരാൾ അല്ലെങ്കിൽ അമ്മയെ നോക്കാൻ ഒരാൾ, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ നന്മ പ്രവൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴെന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ എന്താ അറിയുക, അവരുടെ ചാനലുകൾക്ക് വേണ്ട, അതായത് ഈ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ നടത്തി കോപ്രായങ്ങൾ കാണിക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ടാവും. അത് മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. സ്വന്തം അമ്മയെ ബലി കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സന്തോഷത്തോടു കൂടി മീൻകറിയും ചോറും അടിച്ച് നിൽക്കുന്ന അമ്മയെ ഒരു വസ്തുവില്ലാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ട് ആട്ടും തുപ്പുവേറ്റിട്ട് ജീവിക്കുന്ന അമ്മമാരുണ്ടോ കേരളത്തിൽ? 2ാം കല്യാണം എന്ന് പറയുന്ന പേര് പാടുന്നു. ഈ മക്കൾ പറയുന്ന പേരെന്താ അറിയാം, നാളെ ആരും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ. നന്ദി, നമസ്കാരം.